CJP ഇത്ര പെട്ടെന്ന് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുമെന്ന് നമ്മൾ ആരും കരുതിയില്ല. കേരളത്തിലൊരു CJP പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു. UDF-നെ തോൽപ്പിക്കാനായിട്ട് ഒരു CJP പ്രവർത്തിക്കുന്നുണ്ടെന്ന്. നിലവിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ CJP ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയല്ല, കോക്രോച്ച് ജനതാ പാർട്ടി. ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം എന്താണ്? ലക്ഷ്യം എന്താണ്, അവർ ലക്ഷ്യത്തിലേക്ക് എത്തുമോ എന്നുള്ളതൊക്കെ വളരെ ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണപക്ഷം അടിമുടി പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷവും പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും അതിൽ ഇപ്പം നിലവിലുള്ള സ്ഥിതികളിൽ ഒരു പൊതുജനത്തിന് വലിയ പരാതികളുണ്ടെന്നും പ്രത്യേകിച്ചും ഒരു ജെൻസി എന്ന് പറയാവുന്ന ഒരു 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ആളുകൾ അങ്ങേയറ്റം അസ്വസ്ഥരാണ് എന്നുള്ളതും കാണിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത്. അപ്പം അത് വളരെയധികം BJP വിരളി പിടിപ്പിച്ചിട്ടുണ്ട്, വിറങ്ങലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. കാരണം അതുകൊണ്ടാണ് BJP അവരുടെ എക്സ് അക്കൗണ്ട് പൂട്ടിക്കുകയും പിന്നെ കോക്രോച്ച് ഈസ് ബാക്ക് എന്ന് പറഞ്ഞ അടുത്ത അക്കൗണ്ട് തുടങ്ങുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പം അൽ ജസീറ മുതൽ BBC വരെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം തുടങ്ങി കേവലം 6 ദിവസങ്ങൾക്കുള്ളിൽ ഒരാഴ്ചയാകുന്നതിന് മുമ്പ് BJPക്കുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ഫോളോവേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 87 ലക്ഷത്തോളം ആണെങ്കിൽ ഏതാണ്ട് അതിന്റെ 3 ഇരട്ടി ഇപ്പൊ ഇവർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഈ മൊമെന്റിൽ പോലും. ഇനി അടുത്ത കാര്യം, കോൺഗ്രസിൻ്റെതാണ് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കൂടുതലുണ്ടായിരുന്നത്. കോൺഗ്രസ് 1.3 അതായത് മില്യൺ, അതായത് 1,30,00,000 വരുന്ന ആളുകൾ, 37 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു മൊമെന്റ് ഉണ്ടാകുമെന്ന് എനിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഗൗതം, ഇത് മൊമെന്റ് ഉണ്ടാവുന്നത് ഇങ്ങനൊരു കാര്യം സംഭവിക്കുക എന്നുള്ളതല്ല, പക്ഷെ ജനങ്ങൾ അസ്വസ്ഥരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയും അതിന്റെ പുറത്ത് പത്രസമ്മേളനം നടത്തുകയും ചെയ്തതിന് ശേഷം തന്നെ കോൺഗ്രസിന്റെ അടക്കം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലും അതുപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ തന്നെ വലിയ സർജ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സർജ് പക്ഷേ നിലനിർത്തി കൊണ്ടുപോകാനോ, അത് ഓർക്കുന്നുണ്ടാവും, വോട്ട് ചോരി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് തുടങ്ങിയിട്ട് അതിൽ 25 ലക്ഷം പേര് മണിക്കൂറുകൾക്കൊക്കെ മെമ്പർഷിപ്പ് എടുത്തിരുന്നു. അപ്പൊ അവരെ മൊബിലൈസ് ചെയ്യാനൊന്നും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ കഴിയാതിരിക്കുന്ന അവസ്ഥയിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന മറ്റു സാഹചര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ ചില കണക്കുകൾ പറയുന്നത് 29% പേര് തൊഴിലില്ലാത്ത ആളുകളാണെന്ന്. 25-30 കോടിയോളം വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ആ ചെറുപ്പക്കാർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് മിക്കവാറും 20,000 രൂപയിൽ താഴെയാണ്. അല്ലെങ്കിൽ 15,000 രൂപ കിട്ടുന്ന ആളുകളുണ്ട്, 20,000 രൂപ കിട്ടുന്ന ആളുകളുണ്ട്, മാക്സിമം എന്നാൽ 25,000 രൂപ കിട്ടുന്ന ആളുകളാണ്. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് ഈ രാജ്യം തന്നെ ഒരു ഹോപ്പ്ലെസ് ആയി, പ്രതീക്ഷയില്ലാത്ത ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. അവര് ഈ പറയുന്ന നമ്മളിപ്പോ യങ് ജനറേഷനോട് ആരും നമ്മൾ തന്നെ സംസാരിച്ചു നോക്കിയാലും അറിയാം, എങ്ങനെയെങ്കിലും ഇന്ത്യക്ക് പുറത്തു പോകണം, രക്ഷപ്പെടണം എന്ന് പറയുന്ന ഒരു ചിന്താഗതി നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നു. അതേസമയം തന്നെ ഇവിടെയുള്ള എക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെന്റുകൾ ഇല്ലാതെയാവുന്നു. പിന്നെ കൂടാതെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ എന്താണെന്ന് വെച്ചാൽ നീറ്റ് പരീക്ഷയടക്കമുള്ള പരീക്ഷകൾ വളരെ അലസമായി നടത്തപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, അതിന് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഔട്ട് ആവുന്നു, അതിന് അധ്യാപകരടക്കം അറസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഒരു നിസ്സാരമായ കാര്യമല്ലേ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഔട്ട് ആകുന്നത്. കാരണം ഇത് ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ക്വസ്റ്റ്യൻ പേപ്പർ കൂടിച്ചേരുന്ന ഒരേ ഒരു സ്ഥലമുള്ളൂ, അത് നാസിക്കിൽ പ്രസ്സാണ്. അപ്പൊ ആ പ്രസ്സിൽ നിന്ന് പോലും ഇത് കൃത്യമായിട്ട് പുറത്തേക്ക് വന്നു. ഇനി പുറത്തേക്ക് വേണമെങ്കിൽ ഗൗതത്തിനൊക്കെ അറിയാമോ ഇതെങ്ങനെ വിൽക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടുണ്ട? പത്രത്തിൽ പരസ്യം കൊടുക്കാൻ പറ്റുമോ ക്വസ്റ്റ്യൻ പേപ്പർ വിൽക്കാണ്ടെന്ന്? ഇല്ല. പിന്നെ എങ്ങനെ വിൽക്കും? അതായത് ഇന്ത്യ മുഴുവൻ അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഞാനൊക്കെ കാറ്റ് എഴുതുന്ന കാലത്ത് IIM-ന്റെ അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ടല്ലോ, കാറ്റ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, ഞാനത് എഴുതി കോഴിക്കോട് വെച്ച് എഴുതുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവുകയും അതിനുശേഷം ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസിന്റെ ഇതുപോലെ നീറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവുകയും ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു ഡോക്ടറെയും അവരുടെ സംഘത്തെയും പിടിച്ചപ്പോൾ ആ ഡോക്ടർക്ക്, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഡോക്ടർക്ക് അന്ന് 100 കോടി രൂപയുടെ അസറ്റ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ, ഒരു സിറ്റുവേഷൻസ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇനി ഇവർ ഉന്നയിച്ചിട്ടുള്ള ഒന്നാമത്തെ കാര്യം, സൂര്യകാന്ത് എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒരു വിടുവായുള്ള ഒരു അഭിപ്രായം പറഞ്ഞു. കാരണം ഇവര് കോക്രോച്ചുകളാണ്, ഇവര് അലസരും മടിയന്മാരുമായിട്ടുള്ള ആളുകൾ, ചെറുപ്പക്കാര്, തൊഴിലില്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവര് കോക്രോച്ചുകളെ പോലെയാണ്. അവര് വിവരാവകാശ പ്രവർത്തകരായും മാധ്യമ പ്രവർത്തകരായും അതുപോലെ സമൂഹത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞു. അത് അങ്ങേറ്റം ഊരക്കിടായി പോയി. ആ അഭിപ്രായം പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഒന്ന് മൈൽഡാക്കി. പക്ഷെ അതിന്റെ പുറത്ത് ആ കോക്രോച്ചുകളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയപ്പോഴുള്ള പ്രതികരണമാണ് ഈ കണ്ടത്. ഇനി അവർ വെച്ചേക്കണം ആവശ്യങ്ങൾ എന്താ? മെമ്പർഷിപ്പ് എടുക്കാൻ വെച്ചേക്കണം എന്താ? ഒന്ന്, നിങ്ങൾ അലസരായിരിക്കണം. നിങ്ങൾ ശാരീരികമായ അലസത മാത്രമേ പാടുള്ളൂ. ബുദ്ധിപരമായി നിങ്ങൾ 11 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവണം. സമൂഹത്തിലെ കാര്യങ്ങളോട് നിങ്ങൾക്ക് അതിശക്തമായി പ്രതികരിക്കാൻ കഴിയുന്നവരാകണം.
എന്ന് പറഞ്ഞ് നിരവധി നിബന്ധനകളാണ് വെച്ചേക്കണം. പിന്നെ 50% സ്ത്രീകൾക്ക് റിസർവേഷൻ. അല്ല, അവര് വെച്ചേക്കണ അടുത്ത മാനിഫെസ്റ്റോയാണ് അതിൽ വലിയ രസം. മാനിഫെസ്റ്റോ ഗംഭീരമായിട്ടുള്ള മാനിഫെസ്റ്റോയാണ്. കാരണം അത് പറയുന്നത് ഏറ്റവും വലിയ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50% വനിതകൾക്ക് ക്യാബിനറ്റ് റാങ്കിലടക്കമുള്ള സംവരണം ഏർപ്പെടുത്തണം, എല്ലാ സ്ഥലങ്ങളിലും സംവരണം ഏർപ്പെടുത്തണം. അതായത് സീറ്റ് കൂട്ടാതെ തന്നെ, അതായത് BJP എതിരെയുള്ള അടിയാണ്, സീറ്റ് കൂട്ടാതെ തന്നെ എന്ത് ചെയ്യണം, ഈ സംവരണം ഏർപ്പെടുത്തണമെന്നാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോദി മീഡിയ, അതായത് മീഡിയകൾ ഇപ്പൊ അദാനിക്കോ അംബാനിക്കോ ഒക്കെ കൂടിയാണ് 40-45 ചാനലുകളുണ്ട്. ആ ചാനലുകളിൽ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ആളുകളുടെ ചാനലുകളുടെ ലൈസൻസ് റദ്ദ് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞേക്കണം. കോർപ്പറേറ്റ് ഭീമന്മാരുടെ ലൈസൻസുകൾ റദ്ദ് ചെയ്യണം. ഇനി അടുത്ത ഗോദി മീഡിയക്കാരുടെ അവതാരകരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കണമെന്നാണ്. അപ്പൊ ഇത്തരത്തിൽ നിരവധി വാഗ്ദാനങ്ങൾ ആണ് അവർ പറഞ്ഞേക്കണം. ഇനി അടുത്തതെന്താ? ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇലക്ഷൻ കമ്മീഷനെതിരെ, അതായത് ഇലക്ഷൻ കമ്മീഷൻ ഒരു വോട്ട് ആളുകളുടെ അനാവശ്യമായി ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ UAPA പ്രകാരം കേസെടുക്കണമെന്നാണ്. UAPA പ്രകാരം, അതായത് രാജ്യദ്രോഹ നിയമപ്രകാരം കേസെടുക്കും. ആർക്കെതിരെ? ഇലക്ഷൻ കമ്മീഷനെതിരെ. ഇനി അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഭരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഒരു ചീഫ് ജസ്റ്റിസിനോ ജസ്റ്റിസുമാർക്കോ ഒന്നും തന്നെ രാജ്യസഭാ സീറ്റ് കൊടുക്കില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും അതായത് അങ്ങേയറ്റം അസ്വസ്ഥമായ ഒരു ജൻസിയുടെ വലിയ പ്രഖ്യാപനമാണ് നടക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം, ഇത് പലപ്പോഴും ലോകത്തിലെ പല രാജ്യങ്ങളിലും, ഇപ്പൊ ഹംഗറിയില് ടു ടെയിൽ ഡോഗ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി വന്നിട്ടുണ്ട്. അതുപോലെ കാനഡയില് ദിനോസറുകളുടെ പാർട്ടി വന്നിട്ടുണ്ട്. ദിനോസറുകളുടെ പാർട്ടിക്ക് പിന്നെ തമാശയാണെന്നായിരിക്കും. പോളണ്ടിൽ പോളിഷ് ബിയർ പാർട്ടി, ബിയർ ലവേഴ്സ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി വന്നിട്ടുണ്ട്. അവർ പിന്നീട് പാർലമെന്റിൽ അംഗത്വം നേടുകയും നിരവധി വോട്ടുകൾ സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഈ കഴിഞ്ഞ തവണ നേപ്പാളിൽ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ നോക്കണം. അവിടെയും നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളൊന്നും വിശ്വാസമില്ലാത്ത ഒരു ജൻസി തലമുറ ഈ പറയുന്ന ബാലേന്ദ്ര ഷാ എന്ന് പറയുന്ന ഒരു റാപ്പറുടെ കീഴിൽ അണിനിരക്കുകയും വളരെ എളുപ്പത്തിൽ, അതായത് ഇന്ത്യൻ ലോക ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായി കാണുന്ന വളരെ എളുപ്പത്തിൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് തന്നെയാണ് ബംഗ്ലാദേശിൽ കണ്ടിട്ടുള്ളത്. ബംഗ്ലാദേശിൽ നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടി ഇതുപോലെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ അടക്കുന്ന രൂപം കൊണ്ടാണ്. ആ പാർട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത എന്താണെന്നറിയാമോ? ഡിസ്ക്രിമിനേഷൻ ഫ്രീ ആയിട്ടുള്ള ബംഗ്ലാദേശ് വേണമെന്ന് അവർ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ജാതീയമായിട്ടുള്ള, മതപരമായിട്ടുള്ള, വർണ്ണപരമായിട്ടുള്ള പല ഡിസ്ക്രിമിനേഷൻസ് അവിടെ നിലവിലുണ്ട്. ഇന്ത്യയിലും ഇപ്പം അതുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതായത് IIT-കളടക്കം, മെഡിക്കൽ കോളേജുകളടക്കം, അതുപോലെ തന്നെ ബിച്ച് പിലാനി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ബിർളയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്. അതിനെ അറിയപ്പെടുന്നത് തന്നെ ഗൗതറിയേണ്ടത് കളിയാക്കിയ ആളുകൾ വിളിക്കുന്നത് ബ്രാഹ്മിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നാണ്. ആ ബ്രാഹ്മിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വിളിക്കാനുള്ള കാരണം ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അതായത് അവിടെയൊക്കെ തന്നെ ദളിത്, ആദിവാസി വിഭാഗങ്ങൾക്ക് പഠിക്കാൻ കഴിയാത്ത അവസ്ഥകളുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തുപോയി പഠിക്കണമെന്നാണ് വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഈ പറയുന്ന ഈ ദീപ്കെ പോലെയുള്ള ആളുകൾ, അദ്ദേഹം നേരത്തെ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്താണ്, അതൊക്കെ വേറെ കാര്യമാണ്. പക്ഷെ ജേർണലിസത്തിൽ പൂനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും ഇപ്പൊ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ബിരുദവും കഴിഞ്ഞിട്ടുള്ള ആൾ, അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ഒരു പാർട്ടിക്ക് അദ്ദേഹം പോലും വിചാരിക്കാത്ത അഭൂതപൂർവമായിട്ടുള്ള ഒരു വലിയ കാര്യമാണ്, വലിയ റീച്ചാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഭരണകൂടത്തെ വിറളി പിടിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? അവരെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2,20,00,000 കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നവര്. ഇപ്പൊ ഇവര് സിസ്റ്റത്തെ ക്ലീൻ ചെയ്യണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, ഒരു ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് വേവ് ആയിരുന്നു 2011 ഈ അണ്ണ ഹസാരയുടെ മൂവ്മെന്റ്. അത് പക്ഷേ BJP-നെയൊക്കെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് അധികാരത്തിലേക്ക് വരാനായിട്ട്. അണ്ണാ ഹസാരയുടെ മൂവ്മെന്റിന്റെ പിന്നിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ കണ്ടത്. കാരണം എന്താ വെച്ചാൽ അന്ന് അഴിമതി, 2G സ്പെക്ട്രം അടക്കമുള്ള നിരവധി അഴിമതി കേസുകളിൽപ്പെട്ട് UPA ഗവൺമെന്റ് ആടിയുലയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷൻ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാറും RSS ഒക്കെ ബാക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ നടത്തിയത്. അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ അറിയേണ്ടത് ആം ആദ്മി പാർട്ടി അടക്കം. ഇത് അതേപോലെയുള്ള ലെവലിലേക്കൊന്നും വന്നിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു നമ്മുടെ ഇന്ത്യൻ യുവത്വത്തിന്റെ പ്രതീക്ഷകൾ, ഒരു രാജ്യത്തെ ഏറ്റവും പ്രശ്നമുള്ള കാര്യം എന്താ പറയുക, ഇതിപ്പോ കാശ്മീരിൽ ഇതുപോലെ പ്രശ്നം ഉണ്ടായിട്ടാണ്. കാശ്മീരിൽ ഒരു വലിയ വിപ്ലവം ഉണ്ടാവുകയും ഗവൺമെന്റ് അടിച്ചമർത്തുകയൊക്കെ ചെയ്താണ്.
അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഈ നമ്മുടെ സമൂഹം മറ്റു പലരും ചിലപ്പോൾ ഇതിന്റെ ബാക്കിലുണ്ടാവാം, ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവാം, അതൊക്കെ ഒന്നും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതൊക്കെ സംഭവിക്കാതെ ഒന്നും വളരില്ല. പക്ഷെ സത്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരെ നേരിടണം. ഇപ്പൊ തന്നെ ഏറ്റവും ഒടുവിൽ പറഞ്ഞേക്കണം എന്താ, ഗവൺമെന്റ് പറഞ്ഞേക്കണം കള്ളം പറഞ്ഞുകൊണ്ട് അവർ നേരിടുകയാണ്. 49% പേര് പാകിസ്ഥാനികളാണെന്ന് പറഞ്ഞേക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ 9% ഉള്ളതെന്ന് പറഞ്ഞേക്കണം. ഇപ്പൊ ഈ പറയുന്ന ദീപ്ക തന്നെ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അത്രയല്ല 97% പേരും ഇന്ത്യക്കാരാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന്റെ ലിസ്റ്റുകൾ ഞങ്ങൾ പുറത്തുവിടാൻ തയ്യാറാണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇനി അദ്ദേഹം ഇങ്ങോട്ട് വന്നാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം ഇത് ലോകത്ത് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുള്ള സംഭവമാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിപ്പോ ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോകുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രധാനമന്ത്രി മറ്റേ നോർവേയിൽ സന്ദർശിക്കുകയും അവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തക ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകാതെ പോവുകയും ചെയ്തു. ആ ഉത്തരം നൽകേണ്ടതാണ്. ഈ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന രാജ്യത്ത് നിങ്ങൾ എത്ര തന്നെ വലിയ ആളുകളായിരുന്നാലും ശരി, സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെയും ജനാധിപത്യപരമായിട്ടുള്ള നടപടികളില്ലാതെയും നിങ്ങൾ ഗോദി മീഡിയ അടക്കം മീഡിയകളെല്ലാം തന്നെ പർച്ചേസ് ചെയ്യുകയും ചെയ്തുകൊണ്ടൊന്നും ഒരു ജനവികാരത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല, അടിച്ച് തകർക്കാൻ പറ്റില്ല. ഒരു കാരണവശാലും അത് പറ്റില്ല. അതുകൊണ്ടത് ഗവൺമെന്റുകൾ ഏതാണെങ്കിലും അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കേരളത്തിൽ പോലും പിണറായി വിജയന് പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ഞാൻ വിചാരിക്കണം അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചാണ്. മനസ്സിലായ മൈക്കിനെതിരെ കേസ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ജനത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അത് പറ്റിയിട്ടുള്ള അബദ്ധമാണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന അബദ്ധം എന്ന് പറയുന്നത് ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും അതുപോലെ തന്നെ നേപ്പാളിലും ഒക്കെ ഉണ്ടായതുപോലെ നിങ്ങൾ ആ പ്രശ്നങ്ങളെ എന്ത് ചെയ്യണം, അഡ്രസ് ചെയ്യണം. അല്ലാതെ അതിൽ നിന്ന് ഒളിച്ചു കൊടുക്കുകയോ അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുകയോ ചെയ്തിട്ടൊരു കാര്യം. എന്തായാലും സിസ്റ്റത്തിലെ ഈ വിള്ളലുകൾ തീർച്ചയായിട്ടും ഒട്ടിക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യേണ്ടതാണ്. അതിന് CJP മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഒരു വെല്ലുവിളി ആകുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം കോൺഗ്രസ് ഒരു കൃത്യമായിട്ട് ഒരു പ്രതിപക്ഷ പാർട്ടിയാണ്. അവരുടെ സ്പേസ് ആണോ കവർന്നെടുക്കുന്നത്? കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ, അല്ലെങ്കിൽ കോൺഗ്രസ് മാത്രമല്ല ഞാൻ പറയുന്നത്, കോൺഗ്രസ് അടക്കം നാളെ ഇന്ത്യ മുന്നണി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഇതിന്റെ പുറത്തുനിന്ന് പാഠം പഠിക്കേണ്ടതുണ്ട്. പക്ഷെ ഏറ്റവും ആദ്യത്തെ വെല്ലുവിളി BJPക്കാണ്, ഒരു സംശയമില്ല. അത് കാരണം BJPക്ക് ഇത് വലിയ തോതിൽ തലവേദന ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രതിപക്ഷത്തിന്റെ റോളിൽ വലിയ കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പം എന്താ? കേരളത്തിലൊക്കെ അതുണ്ടായിരുന്നു. എന്താ കുഴപ്പമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നീറ്റ് പരീക്ഷ ഇത്ര വലിയ പ്രശ്നമായി 22 ലക്ഷം പേര് എഴുതിയ പരീക്ഷയിൽ അവരുടെ ഭാവി തുലാസിലാക്കുന്ന ഒരു തീരുമാനമെടുത്തിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷമാണ് സമരം ചെയ്യാൻ. ഇന്ത്യയിലെ പ്രതിപക്ഷമില്ല. ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതിപക്ഷം. ക്രിയാത്മകമല്ലേ, നിങ്ങൾ തെരുവുകളിലേക്ക് ഇറങ്ങണം. നിങ്ങൾ ജോഡോ യാത്ര നടത്തിയപ്പോഴാണ് നിങ്ങളുടെ ഒപ്പം ആളുകൾ കൂടിയത്. നിങ്ങൾ ചങ്കുറപ്പോടുകൂടി ആളുകൾ കൂടിയത്. നിങ്ങൾക്ക് നേരത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഉണ്ടായിരുന്നില്ല. ആ ഉണ്ടാകാത്തപ്പോ ഇന്ത്യയിലെ ജനങ്ങളാണ് നിങ്ങൾക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം തന്നത്. അതിന്റെ ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ തെരുവുകളിലേക്ക് ഇറങ്ങി സമരം ചെയ്യണം. നിങ്ങൾ തെരുവുകളിലേക്ക് ഇറങ്ങി സമരം ചെയ്യുന്നതിന് പകരം മറ്റേ എക്സിൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് മാത്രം എന്ത് ചെയ്തിട്ട് കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഗൗതത്തിനോട് ഞാൻ കൃത്യമായിട്ട് പറയാം, ഞാൻ ഇത്തരത്തിലുള്ള ഒരു സിംറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പലവട്ടം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ജനഗണമന എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമ കേരളത്തിൽ വിജയിച്ചപ്പോൾ പോലും ഞാൻ ആകെ അത്ഭുതപ്പെട്ടു വരുന്നു. എന്ന് വെച്ചാൽ ഗംഭീരമായി എടുക്കപ്പെട്ട ഒരു സിനിമയാണ്, അത് വിജയിക്കേണ്ട സിനിമയാണ്. പക്ഷെ ആ സിനിമയോടുള്ള ആളുകളുടെ റെസ്പോൺസ് എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ഇന്നിപ്പോ ഈ പറയുന്ന ഇപ്പോ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കറങ്ങി നടക്കുന്ന ഒരു റീലുണ്ട്. അതായത് പൃഥ്വിരാജിന്റെ ഒരു ഡയലോഗ്. അതെന്താ വെച്ചാൽ, നോർവേയിൽ വെച്ചിട്ട് ഒരു ചോദ്യത്തിന് ഉത്തരം പറയാതെ പ്രധാനമന്ത്രി പോന്നിരിക്കുന്നു എന്ന് പറഞ്ഞ പോസ്റ്റർ കൊടുത്തിട്ട് എഴുതി വെക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് അതിനകത്ത് ചോദിക്കുന്ന ഡയലോഗാണ്. എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കുന്നവനെ നിശബ്ദനാക്കുന്ന ഈ പറഞ്ഞ ഭരണകൂടത്തെ, വിരൽ ചൂണ്ടുന്നവനെ ഈ പറഞ്ഞ തുറങ്ങിലടക്കുന്ന ഒരു ഭരണകൂടത്തിന് മനസ്സിലാകേണ്ട ഒരു കാര്യമുണ്ട്. എത്രയൊക്കെ തന്നെ നിങ്ങൾ നിശബ്ദരാക്കിയാലും, എത്ര പേരെ നിങ്ങൾ തുറങ്കിലടച്ചാലും ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല, ഞങ്ങൾക്ക് ഉത്തരങ്ങൾ വേണമെന്നാണ്. ഈ പറയുന്ന മാസ് മീംസും BGM ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ചെറുതല്ല അത്. പിന്നെ ഗൗതം മനസ്സിലാക്കിക്കോ, ഇതിന്റെ തന്നെ വേറൊരു എഫക്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഇവിടെ വേടന്റെ ഒപ്പം ആളുകൾ കൂടിയത്. വേടൻ റാപ്പ് മ്യൂസിക് പാടിയപ്പോ കേരളത്തിലടക്കം ആളുകൾ കൂടിയത് ഗൗതം വിചാരിക്കുന്നുണ്ട് അവരെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു, എന്റർടൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വരികൾ കേട്ടിട്ട് അവർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൂടേണ്ട ആവശ്യം ഇല്ല. അപ്പൊ അത്തരത്തിൽ ഇന്ത്യ മുഴുവനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് കൂടി യഥാർത്ഥത്തിൽ വെളിപ്പെടുന്ന ഒരു കാര്യമാണ്. അത് എല്ലാ പാർട്ടികളുടെയും നിലനിൽക്കുന്ന, ഞാൻ പറയുന്നത് BJP മുതൽ കോൺഗ്രസ് മുതൽ CPM വരെയുള്ളവരുടെയൊക്കെ പരാജയമാണ്. പക്ഷേ ഇത് അവരൊരു പുതിയ പാർട്ടിയായി രൂപപ്പെടുകയും ഇന്ത്യയിൽ അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്താൽ ഒരു പക്ഷേ എന്ത് ചെയ്തേക്കാം,
അത് വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാനും BJPക്ക് ഗുണമുണ്ടാക്കാനും സഹായിച്ചേക്കാം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അങ്ങനെ അല്ല സംഭവിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇത് BJPയുടെ അന്ത്യം കുറിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഇനി ഇതിന്റെ അടുത്ത സിംറ്റം കൂടി ഗൗതത്തിനോട് പറഞ്ഞു. ഇതേ സിംറ്റം തന്നെയാണ് ഗൗതം അറിയേണ്ടത്. 18 വയസ്സിനും ഏതാണ്ട് 12 വയസ്സിനും 30 വയസ്സിനും ഇടക്കുള്ള ആളുകളാണ് തമിഴ്നാട്ടിൽ വിജയ്ക്ക് ഭരണം കൊടുത്തത്. എന്ന് പറഞ്ഞാൽ അവര് അച്ഛനമ്മമാരെ അടക്കം ഇൻഫ്ലുവൻസ് ചെയ്തു. 25% ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കും, ഇപ്പൊ എന്റെ കുട്ടി വിളിച്ച് എന്നോട് പറയാണ് ഇത്തവണ അച്ഛൻ അവർക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് ഉണ്ട്. ആ ഇമ്പാക്ട് യഥാർത്ഥത്തിൽ കിലോമീറ്ററുകൾ ഓടി കാർ ഓടിച്ചെന്ന് വോട്ട് ചെയ്ത ആളുകളുണ്ട്. ആ ഇമ്പാക്ട് ഇന്ത്യയിൽ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു, അണ്ണാ ഹസാരിയുടെ കാര്യത്തിൽ നേരത്തെ കണ്ടു, അതിനു മുമ്പ് NT രാമറാവുവിന്റെ കാര്യത്തിൽ കണ്ടു. പക്ഷെ അതുപോലെ ഒന്നുമല്ല, ഇപ്പൊ കുറെ കൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഗ്ലോബൽ ആയിട്ടുള്ള ഒരാളുകളാണ്. അവരുടെ അടുത്ത് പശുവും ചാണകവും ഗോമൂത്രവും മറ്റേ മതവിശ്വാസവും മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവരെ 10-40 കോടിയോളം വരുന്ന ഏതാണ്ട് 40 വയസ്സിൽ താഴെയുള്ള ആളുകളെ അടിമകളാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യമില്ല. അതാണ് ഈ കാണിക്കുന്നത്. വലിയൊരു ജനരോക്ഷത്തെ നമുക്കറിയാം. ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് അടിച്ചമർത്തിയത് എന്നത്. ഇന്ത്യ വലിയൊരു ഇരുട്ടിലേക്ക് പോയി, അടിയന്തരാവസ്ഥ വന്നു. അപ്പൊ ആ ഒരു ടെക്നിക്ക് തന്നെയാണ് ഇതിനെ അടിച്ചമർത്താനായിട്ട് ഇപ്പം BJPയും പ്രയോഗിക്കുന്നത്. അത് വളരെ മോശം തന്നെയാണ്. ഈ ടെക്നിക്ക് ഒന്നും നിലനിൽക്കില്ലെന്നേ. നിങ്ങൾ ആരോട് ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കോൺഗ്രസിനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഈ ടെക്നിക്കൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് തൃണമൂലിനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ ടെക്നിക്കൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ആ ടെക്നിക്കൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ അത് വലിയ തിരിച്ചടിയാവും. ശശി തരൂർ പറഞ്ഞ പോലെ. അല്ല, ഇപ്പൊ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരാള് കേരളത്തിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പൊ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലാണ്, അവിടെ നിന്ന് പഠിത്തം കഴിഞ്ഞ് നിൽക്കുകയാണ്. അവിടെ അദ്ദേഹം മറ്റു പല സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് പണമുണ്ടാക്കി അങ്ങോട്ട് പോയതാണ്. അദ്ദേഹം ദളിതന് കൂടിയാണ്. മഹാരാഷ്ട്രയിൽ പറഞ്ഞാൽ ഔറംഗാബാദ് സ്വദേശിയാണ്, ദളിതനാണ്. നിങ്ങൾ അറിയേണ്ടത് അദ്ദേഹത്തെ കുറിച്ച് ഓർത്ത് വലിയ വിഷമമുണ്ട്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് പറയണം. നിങ്ങൾ തീ കൊണ്ട് കളിക്കുകയാണെന്ന് ഞാൻ പറയും. യഥാർത്ഥത്തിൽ ഈ ഭരണകൂടങ്ങൾക്കെല്ലാം ബംഗ്ലാദേശും ശ്രീലങ്കയും നേപ്പാളിലും ഒക്കെ ഉള്ള എല്ലാ ഭരണകൂടങ്ങൾക്കും പറ്റിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ പ്രശ്നത്തെ നേരിട്ട പ്രശ്നത്തിൽ വലിയ കുഴപ്പം പറ്റി. അല്ല, ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവരോട് വിളിച്ച് ചർച്ച ചെയ്യുകയും അവരോട് സംസാരിക്കുകയും അവരോട് യാതൊരു ഈഗോയും ഇല്ലാതെ അവരെ വിളിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യും വേണം, ചെറിയ വേണം. ഇപ്പൊ ഇതിൽ തന്നെ വേറൊരു സംഭവം കൂടി ഗൗതം കാണണം. 97% പേർ ഇന്ത്യയിൽ നിന്നാണെന്ന് പറയുമ്പോൾ 3% പേര് ഇന്ത്യയിൽ നിന്നല്ല. 3% പേര് ആരായിരിക്കും എന്ന് ഗൗതത്തിനറിയൂ? ഉറപ്പായിട്ടും ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ പിൻബലമാണ്. ഈ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ പിൻബലവും കഴിവും എടുക്കുള്ളവനെതിരെ നുണ പറഞ്ഞാൽ അവൻ ആ നുണ 15 മിനിറ്റ് കൊണ്ട് പൊളിക്കും. കാരണം എന്താ? ഇപ്പൊ തന്നെ അൽ ജസീറ മുതൽ BBC വരെയുള്ള ആളുകളുടെ വലിയ പിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നോർവേയിൽ ചെല്ലുമ്പോഴത്തേക്കും നോർവേ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യത്ത് എന്നിട്ട് ജേർണലിസ്റ്റുകളോട് മറുപടി പറയാതെ പ്രധാനമന്ത്രിക്ക് പോരാൻ പറ്റില്ല. അതിനുശേഷം നമ്മൾ ഇവിടെ മലയാളിയായിട്ടുള്ള ഒരാളിരുന്നിട്ട് പ്രസംഗം നടത്തിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ കൃത്യമായി ഒരു ചോദ്യം ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്തിട്ട് പോകണം. അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്ന പോലെ പ്രസ് ബ്രീഫ് മാത്രമാണെന്ന് പറഞ്ഞാൽ ബ്രീഫിന് വേണ്ടി അവരുടെ മുമ്പിൽ ചെന്നിരുന്ന അവർ ചോദ്യം ചോദിക്കും. ഇന്ത്യ 150 മുകളിലുള്ള സ്ഥാനത്താണ്, അവർ 1ാം സ്ഥാനത്താണ്. അവരെത്ര ഫ്രീഡം കൊടുക്കും? ഇത് ആദ്യമായിട്ടല്ല ഉണ്ടാണ്. ഇത് അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട്. US ചെന്നപ്പോൾ നമ്മൾ ഇതുപോലെ ചോദ്യം ചോദിക്കാൻ പോയപ്പോഴത്തേക്കില്ല, ചോദ്യം പെർമിറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളത് അമേരിക്കൻ ഗവൺമെന്റ് പറഞ്ഞു. കാരണം വെച്ചാൽ അവിടെ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. CJ ആയിട്ടുള്ള എന്താണ് അത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാള് നീതിപീഠത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു വില കുറഞ്ഞ പരാമർശങ്ങൾ നടത്താൻ പാടുണ്ടോ? അല്ല, അത് നടത്തിയത് നന്നായി ഞാൻ വിചാരിക്കണം. അത് പുള്ളി നടത്തിയത് നന്നായി. അല്ല, ഇത് ശരിക്കും നടത്തിയത് രാജ്യത്തിന്റെ എന്താണ് നീതിപീഠത്തിനെതിരെയും കൂടിയാണ് ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത്. ഇവര് നടത്തുന്നത് CJPയുടെ ഈ യുദ്ധം കോടതിക്കെതിരെ കൂടിയാണ്. അല്ല, ഏറ്റവും പ്രധാനം ഇത് ഗവൺമെന്റിനെതിരെയാണ്, ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അത് എന്നുള്ള സംശയമൊന്നുമില്ല. കോടതിക്കുമെതിരെയാണ്. കാരണം എന്താ? കോടതികൾ പല വിധികൾ കൊടുക്കുകയും അതിനുശേഷം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ടും രാജ്യസഭാ മെമ്പറായിട്ടും ഒക്കെ പോകുന്നു എന്നുള്ളതാണ് അവരെ ഏറ്റവും ആദ്യം അഡ്രസ് ചെയ്തേക്കണം. ഏറ്റവും വലിയ രാജ്യത്തുള്ള കുഴപ്പം എന്താണെന്ന് അറിയാമോ? ഒരു രാജ്യത്ത് നമുക്കൊരു ഗവൺമെന്റിനോട് വിശ്വാസമില്ലാതായ പ്രശ്നം ഇത്രേ ഉള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് ആ ഗവൺമെന്റ് 5 കൊല്ലം കഴിയുമ്പോൾ മാറ്റി പൊട്ടിയാം, ആളുകളുടെ രോഷം അവിടെ തീരും. പക്ഷേ രാജ്യത്തെ മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്ക് ആളുകൾക്ക് വിശ്വാസമില്ലാതെ വലിയ ഡേഞ്ചറാണത്. കാരണം ഒരു രാജ്യം നിലനിൽക്കാൻ തന്നെ പ്രശ്നത്തിലാവും. ഇപ്പൊ ഉദാഹരണത്തിന് സുപ്രീം കോടതിയിൽ വിശ്വാസമില്ല, അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ കല്ല് തകർക്കുന്ന പരിപാടിയാണത്. കാരണം എന്താ? കാരണം പിന്നെ അത് മാറ്റാൻ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അത് മാറ്റണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം?
സമൂലമായിട്ടുള്ള ഒരു മാറ്റം വരണം. മറ്റത് എന്ത് ചെയ്താൽ മതി? ഇപ്പൊ പിണറായി വിജയൻ നമുക്ക് വിശ്വാസമില്ല, നമുക്ക് 5 കൊല്ലം കഴിയുമ്പോൾ ഇലക്ഷൻ വോട്ട് ചെയ്ത് എന്ത് ചെയ്യാം? മാറ്റാം. നരേന്ദ്രമോദി വിശ്വാസമില്ല, 3 കൊല്ലം കൂടി കഴിഞ്ഞാൽ മാറ്റാന്ന് വേണമെങ്കിൽ വിചാരിക്കും. അതുപോലെയല്ല, സിസ്റ്റത്തിനകത്തെ കളകളെ പറിച്ചെറിയുക തന്നെയാണ് വേണ്ടത്. ഒരു സംശയമില്ല. സിസ്റ്റത്തിനകത്തെ ഇത് അൾട്ടിമേറ്റ്ലി ഭരണകൂടത്തിനെതിരാണ്. കാരണം കണ്ടിന്യൂസ്ലി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം അവരുടെ കീഴിലേക്ക് മറ്റു ഭരണഘടനാ സ്ഥാപനങ്ങളെ എല്ലാം തന്നെ എങ്ങനെ വരുതിയിലാക്കുന്നെന്നും അങ്ങനെ വരുതിയിലായിപ്പോയ ഭരണകൂടങ്ങളെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഈ പറഞ്ഞ പോലെ യുവാക്കൾ ഉണ്ടാകുമെന്നുള്ള അതിഭീകരമായിട്ടുള്ള മെസ്സേജാണ്. ഞാനിപ്പോ വേറെ ലോകരാഷ്ട്രങ്ങളിലൊക്കെ ഇതിന്റെ വലിയ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ശ്രീലങ്കയിൽ നമ്മൾ കണ്ടില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ മറ്റേ പ്രധാനമന്ത്രിയുടെ കെട്ടിടത്തിൽ കയറുകയും അതിന്റെ പാലസിൽ ചെന്ന് ആളുകൾ നീന്തൽ കുളത്തിൽ നീന്തി കുളിക്കുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങളുണ്ട്. ഇത് നരേന്ദ്രമോദിക്കുള്ള അടി തന്നെയാണ്. അത് താങ്കൾ പറഞ്ഞതിൽ ഒരു സംശയമില്ല. കാരണം അദ്ദേഹം ഒരു വലിയ ദൈവതുല്യനായിട്ടൊക്കെ ഉയർന്നു വരുന്നു. ഒരു അങ്ങനത്തെ ഒരു ഇമേജ് ആണല്ലോ, വളരെ മോശമായിട്ടുള്ള ഒരു ഇമേജ് തന്നെയാണ്. ആണെങ്കിലും ശരി, 303 സീറ്റിൽ നിന്ന് 240 എത്തുമ്പോഴേക്കും കാര്യങ്ങളെ കുറിച്ച് വേണ്ട വിധത്തിൽ മനസ്സിലാക്കുകയും അത് കൃത്യമായിട്ട് കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടുകൂടി കാണുകയും വേണം. ഇപ്പൊ പോലും BJPയുടെ മനസ്സിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, തൃണമൂൽ കോൺഗ്രസിൽ നിന്നും അതുപോലെ തന്നെ ഇപ്പൊ സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിലുള്ള പാർട്ടിയിൽ നിന്നൊക്കെ വേണമെങ്കിൽ ആളുകളെ ഇങ്ങോട്ട് ചാടിച്ചുകൊണ്ട് 1/3 ആളുകൾ ചാടിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ 420 സീറ്റുകളിലേക്കൊക്കെ അല്ലെങ്കിൽ 350 സീറ്റ് 400 സീറ്റുകളിലേക്ക് എത്തിക്കാം. പക്ഷെ അങ്ങനെയുള്ള കുറുക്കുവഴികളൊക്കെ നിങ്ങൾ ഒരുപാട് നോക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു ജനം നിൽക്കുന്നുണ്ട്. അതിനേക്കാൾ മുകളിൽ ഒരാളും എന്ത് ചെയ്യില്ല. നോക്കൂ, BJPയിലേക്ക് കുറെ ഒഴുകിയിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളാണ്. ഇപ്പൊ ഇവരുടെ മാനിഫെസ്റ്റോയിൽ അതിനെതിരെയും പറയുന്നു. കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല, എല്ലാ പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുണ്ട്. കണക്കൊക്കെ ശരിയാണ്, കോൺഗ്രസ് നേതാക്കളാണ് 40%. കാരണം കോൺഗ്രസ് ആണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഉണ്ടായിട്ടുള്ളത് പല പാർട്ടികളിൽ നിന്ന് ഒഴിയുണ്ട്. ഈ ഒഴികവർക്കെതിരെ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു പാർട്ടിയിൽ ചെന്ന് ജയിച്ചിട്ട് വേറൊരു പാർട്ടിയിലേക്ക് പോയാൽ ഞങ്ങൾ 20 കൊല്ലത്തേക്ക് എത്തി അവരെ അയോഗ്യരാക്കുമെന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ ഈ ഏത് വിധേനയും ഒരു രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുന്നതിനെതിരെയുള്ള അങ്ങേ അറ്റത്തെ ഒരു പൊതുജന വികാരമാണിത് എന്നുള്ളത് കാണാതെ ഇവര് പാകിസ്ഥാൻകാരാണ്, ഇവര് ഉട്ടോപ്യക്കാരാണ്, ഇവര് ഉഗാണ്ടക്കാരാണ്, ഇവര് വാസിയിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഇനി ഈ പറയുന്ന ഇപ്പൊ അഭിജിത് ദീപ്കെ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കും, ഈ പ്രസ്ഥാനം തന്നെ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കും. ഇതുകൊണ്ട് ഇവിടെ അവസാനിക്കുന്നത് അടിസ്ഥാന പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. എന്താ? ജനത്തിന് ഈ യുവാക്കൾക്ക് ജോലിയില്ല, ജോലിയുള്ള ആളുകൾക്ക് തന്നെ വളരെ തുച്ഛമായ വരുമാനം കിട്ടുന്നുള്ളൂ. അവരെല്ലാവരും തന്നെ ഭാവിയെക്കുറിച്ച് വളരെ ആദിയോടുകൂടി കാണുന്ന ആളുകളാണ്. ഈ പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഗൗതത്തിനും ഇപ്പൊ എനിക്കും ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ആരും പറയാത്തൊരു കാര്യം ഞാൻ പറയട്ടെ. സത്യം പറഞ്ഞാൽ അമേരിക്കയോ UK കാനഡയോ ഒക്കെ വന്നിട്ട് ഇവിടെയുള്ള പിള്ളേരുടെ എല്ലാവരും വിളിച്ചിട്ട് വരൂ നമുക്ക് വിസ തരാമെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യില്ലേ? അവർ വളരെ സന്തോഷമായിട്ട് സ്വന്തം അച്ഛനമ്മയുടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് പോവാണോ? ഗൾഫിൽ പോണ ആളുകളൊക്കെ സ്വന്തം ഭാര്യയും കൊച്ചുങ്ങളെ കാണണ്ടെന്ന് വെച്ച് പോവാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്ത ഒരാളുടെ ഫാദർ, അയാളൊക്കെ അവിടെ വലിയ ബിസിനസ് ഉള്ള ഒരാളാണ്, ഏത് സൗദി അറേബ്യയിലൊക്കെ. പക്ഷെ എന്നിട്ട് പോലും പുള്ളി സങ്കടത്തിലാണ്. കാരണം എന്താ വെച്ചാൽ ഗൗതം വർഷത്തിൽ ഒരിക്കലേ പുള്ളിക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുന്നുള്ളൂ. പുറമേ നിന്ന് നോക്കുമ്പോൾ പുള്ളി ഫോർച്യൂണർ കാറൊക്കെ മേടിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം ജീവിതത്തിൽ പുള്ളിക്ക് എന്നോട് കാൽക്കുലേഷൻ പറഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയി. 30 കൊല്ലമായി പുള്ളി എന്ത് ചെയ്യണേ എങ്കിലും വിദേശി ഇവിടെ 30 മാസമാണ് പുള്ളി എന്ത് ചെയ്തേക്കണേ. അല്ല ശരിയാണ്, കുടുംബത്തോടൊപ്പം ജീവിച്ചത് വെറും കേവല ദിവസം കൊണ്ട്. ഇപ്പൊ അവര് തരംഗമായി മാറുന്നത് CJP ഫോളോവേഴ്സ് ഭയങ്കരമായിട്ട് കോൺഗ്രസിനെക്കാട്ടിലും BJPനെക്കാട്ടിലും കൂടുതൽ ഫോളോവേഴ്സ് അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും ദിവസം കൊണ്ട്, വെറും 7 ദിവസം കൊണ്ട് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഇതാണോ? അതൊക്കെ ചിലപ്പോൾ കൃത്യമായിട്ടൊരു എത്രയോ മാസങ്ങളുടെ ഒരു പ്ലാനിങ് ഉണ്ടാവില്ല. പ്രീ പ്ലാൻഡ് ഒക്കെ ആയിട്ട് തന്നെ ആയിരിക്കാനാണ് സാധ്യത. അല്ലാതെ ഇതൊരു നാച്ചുറൽ ആയിട്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ അനുരാഗ് കശ്യപ് മുതൽ പ്രശാന്ത് ഭൂഷൺ മുതൽ മഹുവ മൊയ്ത്ര വരെ മറ്റു പാർട്ടികളിലുള്ള ആളുകളൊക്കെ തന്നെ ഈ പറയുന്ന പാർട്ടിയിലേക്ക് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞതാണ്, ഇത് പ്ലാൻഡ് ആണോ, ഇതിന്റെ പുറകിൽ പ്രിപ്പറേഷൻ ഉണ്ടാവും? ഞാൻ സംശയിക്കുന്നു ഇതിന്റെ പിന്നിൽ CJI ഈ സൂര്യകാന്ത് തന്നെ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അല്ല, സൂര്യകാന്ത് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം കാരണം അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയപ്പോഴാണ് ഇദ്ദേഹം ഈ അക്കൗണ്ട് തുടങ്ങുന്നത്. വെറും 4 ദിവസം കൊണ്ട് ഇത്രയും ഫോളോവേഴ്സിനൊക്കെ എങ്ങനെയാണ് ആർജിക്കാൻ പറ്റുക? ഈ നമ്മളിപ്പോ ഒരു കാര്യം പറയുന്നത്, ഈ ഗൗതം പറയുന്നൊക്കെ ഫാക്ട് ചിലപ്പോൾ അതിന്റെ പുറത്ത് പ്രിപ്പറേഷൻ ഉണ്ടാവും, പുറകിൽ കാര്യങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാലും സംശയിക്കുകയാണ്. അല്ല, സംശയിച്ചു, അതിന് കുഴപ്പമില്ല, അപ്പൊ ഗൗതത്തിന്റെ ആഗ്രഹമല്ലേ. പക്ഷെ ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അതൊന്നും ഈ 2,20,00,000 പേരെ ഓർഗനൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള BJPയെ കൊണ്ട് സാധിച്ചിട്ടില്ല.
ലോകത്തിലെ വലിയ പാർട്ടികളിലൊന്നായിട്ടുള്ള കോൺഗ്രസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. കാരണം 1,30,00,000 ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആണ് ഈ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ 6 ദിവസങ്ങൾ കൊണ്ട് ഇത്രയും ആളുകളെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എത്ര പ്ലാനിങ് ഉണ്ടെങ്കിലും അത് നടക്കുന്ന ഒരു കാര്യമില്ല. അവിടെ ഒരു നാച്ചുറൽ ഡിമാൻഡ് ഇത്തരം കാര്യത്തിന് കൂടി ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ വർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരുപക്ഷെ നേരത്തെ നടന്നിട്ടുണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അല്ലാതെ ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാതെ ഒരിക്കലും പറ്റില്ല. കാരണം 65ഓളം വരുന്ന മീമുകൾ, അതുപോലെ പോസ്റ്ററുകൾ, ഇതൊക്കെ വരുന്നതിന്റെ പിന്നിൽ വലിയ ചിന്തകളുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോ ഒരു 10,000 പേരെ സംഘടിപ്പിക്കുന്നു, 1,00,000 പേരുടെ റാലി നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ഓർഗനൈസ് ചെയ്യാം. പക്ഷെ അതുപോലെ അല്ല 2,20,00,000 വരുന്ന ആളുകളെയൊക്കെ ഓർഗനൈസ് ചെയ്യുക. കാരണം അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള BJPക്ക് നേരത്തെ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, ഇത് ഞാൻ പറയുന്നത് ഗവൺമെന്റുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അസ്വസ്ഥതയുണ്ട്, ജനങ്ങൾ വലിയ പ്രശ്നത്തിലാണ്. ജൻസിയുടെ പ്രശ്നങ്ങളെ എത്രയും പെട്ടെന്ന് അഡ്രസ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഇത് പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് പോകും. പല രാജ്യങ്ങളും തരുന്ന സൂചന അതാണ്. സാർ, ഇതിൽ ഒരു കാര്യം കൂടി ചോദിക്കാം. ഇതിലിപ്പോൾ ആരാണ് ഇതിനെ ബാക്ക് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോൾ പാകിസ്ഥാനാണെന്നൊക്കെ ഉള്ളതാണ് ആരോപണം. സിസ്റ്റം തീർച്ചയായിട്ടും ക്ലീൻ ചെയ്യപ്പെടണം. അത് ക്ലീൻ ചെയ്യാന്നൊരു ഉദ്ദേശത്തിലാണ്, ആ മോട്ടീവിലാണ് ഈ ഒരു മൂവ്മെന്റ് രൂപപ്പെട്ടതിട്ടുണ്ടെങ്കിൽ അവരെ പിന്തുണയ്ക്കുകയും വേണം. പക്ഷെ ആരാണ് ഇതിനെ യഥാർത്ഥത്തിൽ ബാക്ക് ചെയ്യുന്നത്? അല്ല, ആരാണ് ബാക്ക് ചെയ്യുന്നതൊക്കെ ഇനി ഇന്ത്യ ഗവൺമെന്റ് പോലും അറിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് അഭിപ്രായം പറയുന്നതിലൊന്നും നടത്തില്ല. ഇതിന്റെ പിന്നിൽ ബാക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് പറയുന്നത് തന്നെ ഈ പ്രസ്ഥാനത്തെ നമ്മൾ കുറച്ച് കാണലാണ്. ആരെങ്കിലും ബാക്ക് ചെയ്താൽ ഉടനെ തന്നെ ഇന്ത്യയിലെ 2 കോടിയോളം വരുന്ന ആളുകൾ എന്തെങ്കിലും പരിപാടിക്ക് മെമ്പർഷിപ്പ് എടുക്കും. 2 കോടിയാണ്. ഈ 2 കോടി എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ കേരളത്തിലാകെ വോട്ട് ചെയ്തത് 2,16,00,000 പേരാണ്. അല്ല, അത്രയും ആളുകളെ സംഘടിപ്പിക്കാൻ പറ്റുന്ന അത്ര ആളുകളൊന്നും സംഘടിപ്പിക്കലൊന്നും നടക്കുന്ന കാര്യമല്ല. ഇതിന്റെ പിന്നിൽ നേരത്തെ പറഞ്ഞ അല്ല, ആദ്യത്തെ ഒരു ഹൈപ്പ് ഉണ്ടാക്കാനായിട്ട് ഇത് മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും, ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് നമ്മളുടെ ഒരു എന്താ പറയുക ആശങ്കകൾ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കോൺസ്പിരസി തിയറികൾ, ഇതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇത്. കാരണം വെച്ചാൽ അതൊന്നും നമുക്കറിയില്ല. കാരണം ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതായത് റോയും CBIയും ഇന്റലിജൻസും ഒക്കെ ഇന്ത്യ ഗവൺമെന്റിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആകെ ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തെങ്കിൽ ഇവർ വലിയ ഭീഷണിയായി തീരുമെന്ന് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് അതറിയില്ല, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന തരത്തില്ല. പ്രധാനപ്പെട്ട വിഷയം, ഇപ്പൊ നാളെ ഇസ്രായേൽ ഇറാനിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു കാര്യം ഉണ്ടാകുന്നു, അസംതൃപ്തി പടത്തുന്നു പറഞ്ഞാൽ അസംതൃപ്തി പടത്താനുള്ള കാരണങ്ങൾ അവിടെ ഉണ്ടെന്ന് ആദ്യം തന്നെ അവർ കണ്ടെത്തണം. എന്റെ പോയിന്റ് അത്ര മാത്രമാണ്. ആ കാരണങ്ങൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അല്ലാതെ ഈ പറയുന്ന ഉടനെ തന്നെ അഭിജിത് ദീപ്കേൻ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ മെമ്പർഷിപ്പ് എടുത്ത ആളുകളെ അറസ്റ്റ് ചെയ്യുക, ബാംഗ്ലൂര് ഇതിന്റെ ചീഫായിട്ട് വന്നേക്കുന്ന ചില ആളുകളെ അറസ്റ്റ് ചെയ്യുക, കേരളത്തിൽ പോലും ഇപ്പൊ കൊച്ചി, അട്ടപ്പാടി പോലെ എല്ലാ സ്ഥലങ്ങളിലും ഒന്നുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ട്, BJPയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതാണ്ട് ട്രോളിക്കൊണ്ട് തന്നെയാണ് അവർ തുടങ്ങിയത്, സ്വയം കളിയാക്കിക്കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വെറുതെ ഉള്ള ഒരു സംഭവമല്ല. ഈ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തില്ലെങ്കിൽ ഇത് വൻ പൊട്ടിത്തെറിയിലേക്ക് പോയാൽ നമ്മൾ അത്ഭുതപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇത് ഏറ്റവും ആദ്യം മറ്റേ ഡയലോഗ് നിർത്തിയിട്ട്, ഇത് പാകിസ്ഥാൻകാരാണ്, മറ്റേ ശ്രീലങ്കക്കാരാണ്, ഉഗാണ്ടക്കാരാണ്, ജർമ്മൻകാരാണെന്നൊക്കെയുള്ള ഡയലോഗ് നിർത്തിയിട്ട് പ്രശ്നങ്ങളിലേക്ക് എന്ത് ചെയ്യും. എന്തായാലും തീർച്ചയായിട്ടും സിസ്റ്റത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ തുടച്ചു നീക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇത് എന്ത് തന്നെയായാലും BJPക്കുള്ളൊരു അടിയാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്.